നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ക്ഷാമം പരിഹരിക്കണമെന്നും പൊതുജനങ്ങൾക്ക് മതിയായ സേവനം ഒരുക്കി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. താലൂക്ക് ആശുപത്രിയോട് സർക്കാർ കാണിക്കുന്ന അവഗണന ഇല്ലാതാക്കണമെന്നും ആശുപത്രിയെ വേണ്ട രീതിയിൽ ഗൗനിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedungandam. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിലും ധർണയിലും വലിയ പ്രതിഷേധമായിരുന്നു. ചികിത്സാ സൗകര്യങ്ങൾ തീരെ അപര്യാപ്തമായ ഹൈറേഞ്ച് മേഖലയിൽ സാധാരണക്കാർ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി. എന്നാൽ ആവശ്യത്തിന് മരുന്നോ ഡോക്ടർമാരോ ഇല്ലാതെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ നിലയിലാണ്. 26 ഡോക്ടർമാർ ആവശ്യമായ ഇവിടെ പകുതിയോളം ഡോക്ടർമാർ പോലും നിലവിലില്ല. 3 ഡോക്ടർമാർ വേണ്ട കാഷ്വാലിറ്റിയിൽ ഒരാൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത്. സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകളും നാമമാത്രമായേ പ്രവർത്തിക്കുന്നുള്ളൂ. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ദിവസം 8 മണിക്കൂർ ലഭ്യമാക്കണമെന്നതാണ് നിയമം. എന്നാൽ മിക്കവരും രാവിലെ 9:30ക്കും 10നും എത്തിയ ശേഷം ഉച്ച കഴിഞ്ഞ് 2ന് പടിയിറങ്ങുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ സ്ഥിരമായിട്ട് അവധിയെടുക്കുന്നതും രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഗൈനക്കോളജി വിഭാഗത്തിലെ പ്രധാന ഡോക്ടർ ട്രാൻസ്ഫറായി പോയതുകൊണ്ട് രോഗികൾ സ്വകാര്യ ആശുപത്രികളിലെ ഗൈനക്കോളജി ഡോക്ടർമാരെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്നു. നേത്ര വിഭാഗം ഡോക്ടർ വല്ലപ്പോഴും മാത്രമേ ഡ്യൂട്ടിക്ക് എത്താറുള്ളൂ. ആവശ്യത്തിന് നഴ്സിംഗ് സ്റ്റാഫുകളില്ലെന്നതാണ് മറ്റൊരു പോരായ്മ. ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റും പ്രവർത്തിക്കുന്നില്ല. പാരാസെറ്റാമോളും ഗ്ലൂക്കോസും അല്ലാതെ വിലയുള്ള ഒരു മരുന്നും ഇവിടുത്തെ ഫാർമസിയിൽ ലഭ്യമല്ലെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. സാധാരണക്കാർക്ക് ഏറെ ആശ്രയമായ ഈ ആശുപത്രിയുടെ ദുസ്ഥിതിക്ക് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ആശുപത്രിക്ക് മുമ്പിൽ സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് കിഴക്കേ കവലയിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം KPCC സെക്രട്ടറി MN ഗോപിയാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടെ ഉണ്ടായ ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു വലിയ പ്രചരണം ആ ഹോസ്പിറ്റലിന്റെ കൂടി പ്രവർത്തനങ്ങൾ അവതാളത്തിലെത്തുന്ന സാഹചര്യമുണ്ട്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി ഒട്ടനവധിയായ ഡോക്ടർമാർ അവരുടെ സേവനങ്ങൾ എല്ലാ സമയവും ലഭ്യമായിരുന്ന 100 കണക്കായ രോഗികൾ ദൈനംദിനം വന്ന് അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലായി കണ്ടതാണ്. അതിന്റെ പ്രവർത്തനവും ഇപ്പോൾ മന്ദഗതിയിലാണ്. പിന്നെ താലൂക്ക് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ഈ 1-2 ഹോസ്പിറ്റലുകളെ മാത്രം ആശ്രയിച്ചാണ് നെടുങ്കണ്ടം, കരുണാപുരം, പാമ്പാടുംപാറ, ഉടുമ്പൻചോല പോലെയുള്ള വിവിധ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് വരുന്ന രോഗികൾ ഇന്ന് അവര് ശുശ്രൂഷ സേവന രംഗത്ത് മുന്നോട്ട് പോകുന്നു. താലൂക്ക് ആശുപത്രി ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ ജില്ലാ ആശുപത്രിയുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തി എന്നാണ് പറയുന്നത്. ഇവിടെ 28 ഡോക്ടർമാരാണ് നിലവിൽ ഉണ്ടാകേണ്ടത്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പ്രവർത്തിക്കുകയാണെങ്കിൽ 28 ഡോക്ടർമാരുണ്ടാകണം. ഇവിടെ നമ്മുടെ അധ്യക്ഷൻ യശോധരൻ പറഞ്ഞത് ശരിയല്ല. 10-12 ഡോക്ടർമാരൊന്നുമില്ല. ഇന്ന് നിങ്ങൾ താലൂക്ക് ആശുപത്രി ചെന്നാൽ 8 ഡോക്ടർമാർ മാത്രമാണ് അവിടെ ഉള്ളത്. ആ 8 ഡോക്ടർമാരിൽ പോലും കരോൾ ഡോക്ടറെ പോലുള്ള ആളുകൾക്ക് ശബരിമല ഡ്യൂട്ടിയും മറ്റ് ഹോസ്പിറ്റലിന്റെ അഡീഷണൽ ചാർജും കൊടുത്തിരിക്കുകയാണ്. 23 ഡോക്ടർമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്, നിയമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഡോക്ടർമാരൊന്നും ഈ ഹോസ്പിറ്റലിൽ വരുന്നില്ല. പകുതി ആളുകൾ സ്വകാര്യ പ്രാക്ടീസും അവരുടെ സ്വകാര്യ ഹോസ്പിറ്റൽ സേവനവുമായി പോവുകയാണ്. ചില ആളുകൾ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായി മറ്റു ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പം മുണ്ടിന്മലെ PHC അതുപോലുള്ള പാമ്പാടുംപാറ PHC പോലെയുള്ള ഹോസ്പിറ്റലുകളിൽ വർക്ക് അറേഞ്ച്മെന്റ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെ വർക്ക് അറേഞ്ച്മെന്റ്സിന്റെ ഭാഗമായും ഒക്കെ ഡോക്ടർമാർ പല മേഖലയിലേക്ക് പോവുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായി ഹോസ്പിറ്റലിൽ വരുന്ന ഡോക്ടർമാരുടെ എണ്ണം 8 ആണ്. ആ അവസ്ഥയാണ് ഇന്നുള്ളത്. ഈ 3-4 പഞ്ചായത്തിലെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 1.5 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയാണ്, അല്ലാതെ ചെറിയ അളവല്ല. ഞാൻ വോട്ടർമാരുടെ എണ്ണമല്ല പറഞ്ഞു, ജനസംഖ്യ 1.5 ലക്ഷത്തിലധികമാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ 50,000 ആളുകൾ ജീവിക്കുന്നുണ്ട്. 3 ഡോക്ടർമാരാണ് വേണ്ടത്. നിലവിൽ ഒരാളാണുള്ളത്. അതിൽ ഏറ്റവും ആശ്ചര്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജിക്ക് ഒരു ഡോക്ടറുള്ള സിസേറിയൻ ഉൾപ്പെടെയുള്ള പ്രസവ ശുശ്രൂഷ നടക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഈ ശിശുരോഗ വിദഗ്ധനില്ല, പീഡിയാട്രീഷ്യൻ ഇല്ല. അപ്പൊ ഒരു കുട്ടിയുണ്ടായാൽ ഉണ്ടാകുന്നത് വരെയുള്ള ഉത്തരവാദിത്തമാണ് ഗൈനക്കോളജിസ്റ്റിനുള്ളത്.
ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏതെങ്കിലും അപാകതകൾ പരിശോധിക്കേണ്ട പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ശിശുരോഗ വിദഗ്ധൻ ഡോക്ടറില്ല. ഇവിടെ കണ്ണാശുപത്രി എന്ന് എഴുതി വെച്ചിട്ടുള്ളതല്ലാതെ കണ്ണിന് ഡോക്ടറില്ല. ദന്താശുപത്രി എന്നൊരു ഭാഗത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ദന്ത ഡോക്ടറില്ല. ഈ താലൂക്കിലെ എല്ലാ ആളുകളും ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഈ നിലയിലായിട്ട് ഇവിടെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇത് ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആലോചിക്കണം. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CS യശോധരൻ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി തോമസ് രാജൻ, മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ, ജനറൽ സെക്രട്ടറിമാരായ G മുരളീധരൻ, ബിജു മാണി, നേതാക്കളായ KN തങ്കപ്പൻ, B ശശിധരൻ നായർ, ടോമി തോമസ്, രാജേഷ് അമ്പഴത്തിങ്കൽ, MS മഹേശ്വരൻ, ജോയി കുന്നവിള, മിനി പ്രിൻസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് നെടുങ്കണ്ടം. ഹലോ, നീ എവിടെയാ? വൈകിട്ട് കുഞ്ഞിനെ കാണാൻ പോകേണ്ടതല്ലേ? ഗിഫ്റ്റ് മേടിച്ചോ? മോനെ ഈ വെള്ളം ഒന്ന് കുടിച്ചേ. വെള്ളം കുടിക്കും മോനെ. Baby Hub. We are always here to improve your kids' childhood. Be a good parent for next era. Baby Hub, the complete baby store. Code Junction, Nedumkandam.